ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ 12 കിലോ അരിയുടെ ബിരിയാണിയാണ്, ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് വെള്ളം വെച്ച് ചൂടാക്കുന്നു. ഇപ്പുറത്തെ സ്റ്റൗവിൽ 1.5 ലിറ്റർ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് കറുവാപ്പട്ട ഇട്ട് വെച്ചിരിക്കുകയാണ്. ലൈം, വലിയ ഉള്ളി, തക്കാളി കട്ട് ചെയ്തത്, പുതിന, കൊത്തമല്ലി. ഇതിലേക്ക് ഒരു 3 കിലോ ഒനിയന് ഇട്ട് ഇളക്കുവാണ്. ഇട്ടു, പട്ട ഇട്ടു, ഗ്രാമ്പു ഇട്ടു. ഇതിലേക്ക് വേണ്ടി തക്കാളിയാണ്, പച്ചമുളക്, പുതിന, കൊത്തമല്ലി പേസ്റ്റ്, ഇഞ്ചി ഗാർലിക് പേസ്റ്റ്, ഏലക്ക, പട്ട, ഗ്രാമ്പ്. ഇതിലേക്ക് നമ്മളിപ്പോൾ ഇഞ്ചി ഗാർലിക് പേസ്റ്റ് ഇടുകയാണ്. ഉള്ളിയെല്ലാം ഫ്രൈ ആയതിലേക്ക് ഉള്ളി ഫ്രൈ ആയ ഉടനെ ഇഞ്ചി ഗാർലിക് പേസ്റ്റ് ഇടണം, ഇട്ടിളക്കുകയാണ്. ഫ്രണ്ട്സ്, ഇതിലേക്ക് നമ്മൾ കുറച്ച് ഗ്രീൻ ചില്ലി ഇടുകയാണ്. ഗ്രീൻ ചില്ലിയും കുറച്ച് കസ്തൂരി മേത്തി, ജിഞ്ചർ ഗാർലിക്ക് ഇട്ട് കഴിഞ്ഞു. നന്നായിട്ട് ഇളക്കണം, അടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കണം. എന്നാൽ ഹൈ ഫ്ലെയിമിൽ ഇരിക്കുകയും ചെയ്യണം സ്റ്റൗ. ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി കുറച്ചിട്ടിരിക്കുകയാണ്. ഇനി മുളക് പൊടി ഇടുകയാണ്. ഒരു 250 ഗ്രാം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അത് നമ്മളിപ്പം ഇതെല്ലാം മസാലയെല്ലാം ഫ്രൈ ആയിട്ട് നമ്മളിപ്പോൾ ഇതിലേക്ക് തക്കാളി ഇടുകയാണ്. തക്കാളി ഇട്ട് നന്നായിട്ട് ഇളക്കണം. ഇനി എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം, എല്ലാം അടിയിൽ പിടിക്കും. നന്നായിട്ട് ഇളക്കണം. ഓയിലൊക്കെ മേലെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഓയിൽ മേലേക്ക് വരുമ്പോഴാണ് നമുക്കറിയാവുന്നത് ഏകദേശം ഒരു കുക്കിംഗ് ആയെന്നുള്ളത്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ ചെറിയ ചെറിയ ഓർഡർ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കണം, സ്വന്തം വീട്ടിൽ ചെയ്ത് നോക്കണം. ഇതിലേക്ക് നമുക്ക് ഇനി മിക്സ് ചെയ്ത് കൊടുക്കേണ്ട വെള്ളം ചൂടുവെള്ളമാണ്, തിളപ്പിച്ച വെള്ളം വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. നമ്മളിതിലേക്ക് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നു. ഏകദേശം 200 ഗ്രാമോളം കല്ലുപ്പ് ഇതിലേക്ക് ഇട്ടേക്കാണ്. നന്നായിട്ട് ഇളക്കുക. ഇതിലേക്ക് നമ്മൾ 1 ലിറ്റർ തൈര് ഒഴിക്കുകയാണ്. തൈര് ഒഴിച്ച ശേഷം നന്നായിട്ട് ഇളക്കണം. ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം, എല്ലാം അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഫ്രണ്ട്സ്, നമ്മളിപ്പം തൈര് ഒഴിച്ച് കഴിഞ്ഞ് ഇതിലേക്ക് വരുന്നൊരു 100 ഗ്രാം ചിക്കൻ മസാല ഇടുകയാണ്. ഇതിലേക്ക് ഇനി നമ്മളൊരു 5 ലെമണിൻ്റെ ജ്യൂസ് ഒഴിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ കൊത്തമല്ലി, പുതിന നമ്മളിതിലേക്ക് മിക്സ് ചെയ്യുവാണ്. കൊത്തമല്ലി, പുതിനയാണല്ലോ ബിരിയാണിയുടെ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഞാൻ ഇതിലേക്ക് 1 കെട്ട് കൊത്തമല്ലി, 1 കെട്ട് പുതിനയും കൂടെ മിക്സ് ചെയ്തേക്കുവാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം.
ഗൈസ് നമ്മുടെ മസാലകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇടാൻ പോവുകയാണ്. ഞാൻ ഇത് 12 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. കൂടുതലും ലെഗ് പീസാണ് ഞാൻ എടുത്തേക്കുന്നത്. ചിക്കൻ ഇട്ട ശേഷം ശരിക്കും മിക്സ് ചെയ്യണം. ചിക്കനും കൂടെ മിക്സ് ചെയ്യുകയാണ്. ചിക്കൻ ഇളക്കുമ്പോൾ നമ്മൾ ചിക്കൻ ഉടയാത്ത രീതിയിൽ കട്ടയാത്ത രീതിയിൽ എല്ലാം വേണം നമ്മൾ ഇളക്കാൻ. ഗൈസ് തിളച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ 12 കിലോ അരി ഇടുകയാണ്. ഇവിടെ ഒരേ സമയം മസാല ആയിക്കൊണ്ടിരിക്കുന്നു. ചിക്കൻ മസാല ആയിക്കുന്നത് അതോടൊപ്പം അരി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ തിളച്ചിരിക്കുന്ന അരിയിലേക്ക് നമ്മൾ കുറച്ച് കൊത്തമല്ലി, കൊറിയാണ്ടർ ലീഫും പുതിന ഇടുകയാണ്. നമ്മൾ ഈ റൈസിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിടുകയാണ്. ഒരു 200 ഗ്രാം ഉപ്പോളം നമ്മൾ ഇടുകയാണ്. ഉപ്പിട്ട ശേഷം നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം. ബോയിലായ റൈസ് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യുകയാണ്. ചിക്കൻ്റെ മുകളിലേക്ക് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് നമ്മുടെ റൈസ് ഇട്ട് കഴിഞ്ഞേക്കാണ്. റൈസിന് ദമ്മിടാൻ വേണ്ടി പോവുകയാണ്. എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ബിരിയാണിയിലൂടെ നമ്മൾ മുട്ടയും കൂടെ കൊടുക്കുന്നത്. മുട്ട റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആ ദമ്മിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം 15 മിനിറ്റോളം നമ്മൾ ദമ്മിലിരിക്കണം റൈസ്. ഫ്രണ്ട്സ്, നമ്മുടെ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സർവീസിംഗ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ് ദിസ് മൈ വീഡിയോസ്. സോ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി വേറെ ഒരു വീഡിയോയുമായിട്ട് ഉടനെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. താങ്ക് യു.